ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോന്റെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ലെന്ന്. ഇപ്പൊ അത് പറയുന്നത് സുജാതയാ. പറഞ്ഞേക്ക്, അതും പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു എക്സ്ക്യൂസ്. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ പേഴ്സണൽ ലൈഫ് നിന്റെ ഇഷ്ടം, അതിൽ ഞാൻ ഒരിക്കലും ഇടപെടില്ല ജീവ. താങ്ക്സ് അച്ഛാ. അച്ഛാ, പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോ, പുതിയ ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും. പക്ഷേ ജീവിതത്തിന്റെ ത്രില്ല് എന്താണെന്ന് ഞാൻ അനുഭവിക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമാണ്. സൗകര്യം പോലെ അച്ഛനമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അച്ഛാ, അത് എന്റെ അമ്മയാണ്. എനിക്കൊരിക്കലും എന്റെ അമ്മയ്ക്കെതിരെ സംസാരിക്കണമെന്നില്ല. അച്ഛ, എനിക്കുണ്ടൊരു മനസ്സ്, മറ്റാരും കാണാതെ പോയൊരു മനസ്സ്. വയ്ക്കോ. സാർ, എന്താ ശരവണ? நான் இங்க இருந்து போக போறேன் சார். എന്തിന്? என்னால இங்க நிக்க முடியாது சார். அதுக்கு காரணம் நீங்க தான். ശരവണ, നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. இங்க நிக்கிறது எப்படி சார்? അത്രയ്ക്കും മനോവേദന ഇരിക്കും. എതുക്ക് സാർ, എതുക്ക് സാർ ഹരിസാറും നിത്യമർത്തിയും പോലീസ് പിടിച്ചുകൊണ്ട് പോയത്? എതുക്ക് സാർ അവരോട് പിരിയാൻ ആവശ്യപ്പെട്ടത്? നീങ്ങളും അന്ത കൊടുമയ്ക്ക് കൂട്ടു നിൽക്കറാ സാർ? ശരവണ, നിയമപ്രകാരം നിത്യ ഇപ്പോഴും ജീവന്റെ ഭാര്യ തന്നെയാണ്. അതിന് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. എന്നെ ശരവണ, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നീ ആരോടായി സംസാരിക്കുന്നേ? ഈ നിൽക്കുന്ന മഹാനായ മനുഷ്യനെ അറിയില്ല നിനക്ക്? കോടീശ്വരനായ ജെആറിന്റെ അച്ഛന് മകൻ കെട്ടിപ്പൊക്കിയ ഓഫീസിൽ അന്തസ്സോടെ ഇരിക്കുന്ന ആളാ. സൂക്ഷിച്ചേ സംസാരിക്കാവൂ. നിനക്ക് ചിലപ്പോ മനുഷ്യത്വമൊക്കെ തോന്നും. പക്ഷേ ഈ പറയുന്ന ജെആറിന്റെ ഓഫീസിൽ മനുഷ്യത്വം ഇല്ല. മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുടെ ഇടത്താവളമാണ് അവിടം. സുജാതെ, നിത്യ ഇപ്പോഴും ജീവന്റെ ഭാര്യയാണ്, അല്ലേ മിസ്റ്റർ രഘു? ഇങ്ങനെ പേരെടുത്ത് വിളിക്കുന്നത് കൊണ്ട് ബഹുമാനക്കുറവൊന്നും തോന്നണ്ട. വലിയ വലിയ ആളുകളോട് സംസാരിക്കുമ്പോ അങ്ങനെയല്ലേ സംബോധന ചെയ്യാൻ പറ്റൂ. ചിലപ്പോ ഞാൻ രഘുവേട്ടാന്ന് വിളിക്കുന്നത് പോലും നിങ്ങൾക്ക് നാണക്കേടായി തോന്നുമെങ്കിലും. സുജാത പ്ലീസ്. പ്ലീസോ? അതൊന്നും നിങ്ങളുടെ നാവിന്ന് വരാൻ പാടില്ല. നിത്യമോളെ ജീവനിൽ നിന്നും രക്ഷിക്കണം എന്നും പറഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. നിത്യമോളെ രക്ഷിക്കാൻ വേണ്ടി ജീവനെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. നട്ടെല്ല് കൊണ്ടുപോയി പണയം വെച്ചപ്പോ അതെല്ലാം കൂടി നിങ്ങളെ കൂട്ടത്തിൽ പണയം വെച്ചു. ജെആർ ഇപ്പൊ നിങ്ങളുടെ മുതലാളിയല്ലേ? മുതലാളിമാർക്കേ
അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് നാണമില്ലാത്ത ആശ്രിതരുടെ ഡ്യൂട്ടിയല്ലേ? സുജാത, ഏയ്, ശബ്ദമൊന്നും ഉയർത്തണ്ട. അതിനുള്ള യോഗ്യത ഇപ്പൊ നിങ്ങൾക്കില്ല. അച്ഛനും മോനും കൂടി എന്തിനു ഒരുങ്ങിക്കെട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കിപ്പൊ നിങ്ങളുടെ മകൻ വലുതാ. പക്ഷെ എന്റെ മകളെ ദ്രോഹിക്കുന്നവൻ എനിക്ക് എപ്പോഴും ശത്രു തന്നെയാ. എന്റെ നിത്യമോള് കരഞ്ഞാൽ, ജീവിതം കൈവിട്ടു പോയിന്ന് അവൾ എന്നോട് പറഞ്ഞാൽ, നിങ്ങൾ പണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അവളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോന്റെ ജീവൻ എടുക്കാൻ പോലും മടിക്കില്ലെന്ന്. ഇപ്പൊ അത് പറയുന്നത് സുജാതയാ. പറഞ്ഞേക്ക്, അതും പറഞ്ഞേക്ക് നിങ്ങളുടെ മോനോട്. എന്നിട്ട് പറ്റുമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഉറപ്പാണ്. നിനക്ക് വേറെ പണിയില്ല ശരവണ. ഹരി, എനിക്ക് ഹരിയുടെ അടുത്തുനിന്ന് പോവേണ്ടി വരുമോ? നമ്മൾ തമ്മിൽ പിരിയേണ്ടി വരുമോ? നിത്യ, എടോ, നിയമത്തിന്റെ മുന്നിൽ നമ്മളിപ്പോ ആരുമല്ല, രണ്ട് വ്യക്തികൾ മാത്രമാ. ബർത്ത്ഡേ പാർട്ടിയിൽ അപമാനിക്കപ്പെട്ടതിന്റെ വൈരാഗ്യം അവന്. അയാൾ എന്താ കരുതിയിരിക്കുന്നേ? നമ്മളെ വേർതിരിച്ച് നിർത്തിയ നമ്മളെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നോ? അയാളുടെ വാക്കുകൾ മാത്രം അനുസരിക്കുന്ന പോലീസുകാരവര്. വക്കീലന്മാരെയും ഈ കോടതിയൊക്കെ വിലക്കെടുക്കാൻ അയാളുടെ കയ്യിൽ പണമുണ്ട്. നമുക്കിടയിൽ ജിയേറെ കെട്ടാൻ പോകുന്ന വേലി എത്രമാത്രം ഉറപ്പുള്ളതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലടോ. പരസ്പരം കാണാതെ എത്ര കാലം നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. പരസ്പരം അറിയാതെ എത്ര കാലം നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. അയാൾക്കതിന്റെ വില അറിയില്ല. സ്വന്തമാവാൻ ഇത്രയും നാളെ കാത്തിരിക്കാമെങ്കിൽ സ്വന്തമായതിനു ശേഷം എത്ര വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കില്ലേ? നിത്യ, എടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതം കുറച്ച് കുഴപ്പമായിരിക്കും. മധുര നൊമ്പരക്കാറ്റ്